വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 5-6 വാക്യങ്ങൾ. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. മീൻ പിടിക്കാൻ പോയി ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് യേശു അവരോട് ചോദിച്ചത്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് സത്യസന്ധമായി ഒരു ഉത്തരവും പറഞ്ഞു. 6-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല. അത്രയധികമായി മത്സ്യങ്ങളെ അവർക്ക് സമൃദ്ധമായി ലഭിച്ചു. ഈ വചനം നിങ്ങൾക്ക് വളരെയധികം പരിചയമുള്ളതാണ്, മനഃപ്പാഠമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇത്രയധികം ശ്രദ്ധിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം. യേശു അവരുടെ ജീവിതത്തിന്റെ ആ വള്ളത്തിന്റെ അടുത്ത് വന്നപ്പോൾ അവർക്ക് ലഭിക്കേണ്ട അനുഗ്രഹവും അടുത്തു വന്നു. മാറിപ്പോയില്ല. ദൈവത്തോട് ഒരു വ്യക്തി അടുക്കുമ്പോൾ, വചനത്തോട് ആ വ്യക്തി അടുക്കുമ്പോൾ, അനുഗ്രഹവും സൗഖ്യവും നന്മയും ആ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും അടുത്തടുത്ത് വരും. അത് അകലെ പോകില്ല. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്ന്. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ അവർക്ക് ധാരാളം മത്സ്യം ലഭിച്ചു. ഈ വചനം നിങ്ങളുമായിട്ട് പങ്കുവച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം, ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അടുക്കുമ്പോൾ, ദൈവിക വചനം ആ വ്യക്തി അനുസരിക്കുമ്പോൾ, അനുഗ്രഹവും തൊട്ടടുത്ത് വന്നു. ഒരുപക്ഷെ പലരുടെയും ജീവിതത്തിൽ അവർ അധ്വാനിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഒരുപാട് അകലെയാണ്. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ അനുഗ്രഹവും നമ്മുടെ അടുത്തേക്ക് വരുന്നു. ദൈവിക വചനത്തോട് ഒരു വ്യക്തി അടുക്കുമ്പോൾ ആ വചനത്തിൻ്റെ നന്മകളും ആ വ്യക്തിയോടും കുടുംബത്തോടും അടുത്തടുത്ത് വരും. ഒരിക്കലും അകന്നു പോകില്ല. ദൈവം ഒരു വ്യക്തിയുടെ അടുത്തുള്ളപ്പോൾ അവരുടെ അധ്വാനത്തിൻ്റെ ഫലവും അടുത്തടുത്താണ്. യേശു അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു നിന്നപ്പോഴോ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. ഒരു മത്സ്യവും ലഭിച്ചില്ല. എന്നാൽ ദൈവവുമായി ചേർന്ന് അധ്വാനിച്ചപ്പോഴോ വലയിൽ വലിച്ചു കയറ്റാൻ സാധിക്കാത്ത വിധത്തിൽ സമൃദ്ധമായി മത്സ്യങ്ങളെ ലഭിച്ചു എന്നാണ്. ഇതൊരു സൂചനയാണ്. നമുക്ക് ദൈവത്തോട് അടുത്തു വരണം. ദൈവിക വചനത്തോട് അടുത്തു വരണം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അപ്പോൾ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തോട് അടുത്തടുത്ത് വരും. നന്മകൾ അടുത്തു വരും. ചില വിടുതലുകൾ അടുത്തു വരും. ചില സൗഖ്യങ്ങൾ അടുത്തു വരും. സമാധാനം അടുത്തു വരും.
നിങ്ങളുടെ തടസ്സങ്ങൾ മാറി നന്മയിലേക്ക് പ്രവേശിക്കുന്ന അനുഗ്രഹം അടുത്തു വരും. നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങളും അകന്നകന്നു പോകില്ല, മറിച്ച് അത് അടുത്തടുത്ത് വരും. നമ്മുടെ അധ്വാനം അനുഗ്രഹമാകും, സന്തോഷമാകും, സമാധാനത്തിലാകും, നന്മയിലാകും. ആ നന്മ നമ്മളുടെ കുടുംബത്തിന്മേൽ ഒരു വലിയൊരു അനുഗ്രഹമായി മാറും. സാഹചര്യം എന്തു തന്നെയാണെങ്കിലും ദൈവത്തെ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് നിങ്ങൾ. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും.